ഇപ്പോൾ സ്വർണ്ണ വ്യാപാരി ശ്രീ അരുൺ മാർക്കോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അരുണിന്റെ സ്വർണ്ണ വിലയിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു കുറവ് അത് സംഭവിക്കുന്നുണ്ട്. ഇതൊരു ശുഭപ്രതീക്ഷയാണോ? എങ്ങനെയാണ് നിലവിലെ ഒരു ട്രെൻഡിലൂടെ മനസ്സിലാകുന്നത്? ഈ വ്യാപാരമൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ടോ? സ്വർണ്ണ വ്യാപാരം ഒരു പ്രോപ്പറായിട്ട് പഴയ നിലവാരത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഈ സ്വർണ്ണ വിലയിലുള്ള ഈ വേരിയേഷൻ ആളുകളെ വളരെ വലിയ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇന്ന് രാവിലെ വലിയ തോതിൽ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് 100 രൂപ, അതായത് പവന് 800 രൂപ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് വീണ്ടും ആളുകൾക്കിടയിലേക്ക് വീണ്ടും വലിയ തോതിൽ സ്വർണ്ണവില കുറയും എന്നുള്ള തരത്തിലേക്ക് ഒരു മെസ്സേജാണ് ആളുകളിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വിലക്കുറവുകൾ ഒരു വലിയ കുറവിന്റെ ഒരു മാറ്റമായി കാണേണ്ടതായിട്ടില്ല. ഇപ്പൊ ലഭിക്കുന്ന കുറവിന് സ്വർണം വാങ്ങേണ്ട ആളുകൾ അത് പരമാവധി ഈ സമയത്ത് സ്വർണം വാങ്ങി വെക്കാൻ പറ്റിയ സമയമാണ്. എന്ത് വന്നാലും ഈ വർഷം തന്നെ അത് 1.5 ലക്ഷത്തിനും 2 ലക്ഷത്തിലെ അടുത്തേക്ക് 1.5 ലക്ഷത്തിന് മുകളിലേക്ക് ഈ വർഷം പകുതിയോടടുത്ത് തന്നെ വില കുതിച്ച് കയറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ് നമ്മൾ വിപണിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതേപോലെ നിലവിലെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖല തന്നെയാണ് സ്വർണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ. മുൻപൊക്കെ തന്നെയും വലിയ രീതിയിലൊക്കെ തന്നെ ബിസിനസ് നടക്കുന്ന ഒരു മേഖലയ്ക്കാണ് വലിയൊരു തിരിച്ചടി സ്വർണ്ണവിലയുടെ ഈ വർധനവോടെ ഉണ്ടായിരിക്കുന്നത്. പലപ്പോഴും ഓരോ നമുക്കറിയാവുന്നതാണ് അക്ഷയ ദിനങ്ങളിലൊക്കെ തന്നെയും ഒരുപാട് സ്വർണ്ണക്കടകളുടെ ഒക്കെ തന്നെ ഇനാഗ്രേഷൻ കാണാൻ സാധിക്കുന്ന ഒരിടത്താണ് ഇപ്പോൾ ഒരു പുതിയൊരു സ്ഥാപനം ആരംഭിക്കുന്നില്ല. അതേപോലെ തന്നെ ചെറുകിട വ്യാപാരികൾക്കൊക്കെ തന്നെ ഈ ബിസിനസ്സിൽ നിന്ന് എന്നേക്കുമായി വിട്ടുപോകേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വളരെ പണ്ട് കാലങ്ങളിൽ ഒരു വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം തന്നെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നത് ഓരോ ജ്വല്ലറികളുടെ 5-6 ഷോറൂമുകൾ ഒക്കെ ദൈനംദിനമായി വർദ്ധിക്കുന്ന, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 10 ഷോറൂം ഓരോ ഇടുന്നു, അല്ലെങ്കിൽ പുതിയ ആളുകൾ ഈ മേഖലയ്ക്ക് കടന്നു വരുന്നു. അതിൻ്റെതായ വലിയ പരസ്യങ്ങൾ, വലിയ മാറ്റങ്ങളൊക്കെ കാണുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിക്കൊണ്ട് കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട്, 1 വർഷത്തോളം ആയിട്ട് പുതിയ ജ്വല്ലറികൾ ആരംഭിക്കുന്ന ആ ട്രെൻഡിൽ നിന്ന് വളരെ പിന്നോക്കം പോയിരിക്കുകയാണ്. കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് പുതിയ ഒരു മാറ്റം, ഒരു പുതിയ ജ്വല്ലറി ആരംഭിക്കുന്നതിന് അതിനനുസരിച്ചുള്ള ഒരു കച്ചവടം ഇല്ല എന്നുള്ളതാണ് സ്വർണ്ണ വ്യാപാര മേഖലയെ സംബന്ധിച്ച് പറയാനുള്ളത്. മുൻപുണ്ടായിരുന്നതിനേക്കാൾ പകുതി താഴേക്ക് വ്യാപാരം പോയതോടുകൂടി വ്യാപാരികളൊക്കെ തന്നെ വലിയ കഷ്ടതയിലൂടെയാണ്, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് അവരുടെ ദൈനംദിന കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആണ് ഇപ്പൊ നിലവിലെ എല്ലാ വ്യാപാരികളെയും ബാധിച്ചിരിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ചെറുകിട വ്യാപാരികളൊക്കെ തന്നെ എന്തെങ്കിലും ലോണുകളൊക്കെ എടുത്താണ് ഈ വ്യാപാരം നടത്തുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ EMI പ്രോപ്പറായിട്ട് അടയ്ക്കുന്നതിനോ, അവരുടെ കെട്ടിട വാടക, സ്റ്റാഫുകളുടെ ശമ്പളം, ഇതൊക്കെ എല്ലാ മാസവും കൃത്യമായിട്ട് അടയ്ക്കാൻ സാധിക്കാത്ത ഒരു തരത്തിലേക്ക് മുൻകാലങ്ങളിൽ ഈ സാമ്പത്തിക മാന്ദ്യം ഇന്ത്യയിൽ അലയടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രതിഭാസം കണക്കെയാണ് ഇപ്പോ സ്വർണ്ണ വ്യാപാരികൾ വലിയ തോതിൽ കച്ചവട മാന്ദ്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാന കാരണം വില വലിയ തോതിൽ കുതിച്ചു കയറുകയും ആളുകളുടെ സാമ്പത്തികമായിട്ട് ഉള്ള അവരുടെ സാമ്പത്തികം, ജനങ്ങളുടെ ഒരു സാമ്പത്തികം വർദ്ധിക്കാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഈ വലിയ ഒരു ക്രൈസിസ് ഈ സ്വർണ്ണ വ്യാപാര മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് സ്വർണ്ണ വ്യാപാര മേഖലയിൽ മാത്രമല്ല, ഒരു ഒട്ടുമിക്ക കച്ചവട മേഖലകളിലൊക്കെ തന്നെ ഈ മാന്ദ്യം ശക്തമായി അലയടിക്കുന്നുണ്ട്. അതിന് പ്രധാന കാരണം അവശ്യ സാധനങ്ങളുടെ ഒരിക്കലും ഇല്ലാത്ത വിധമുള്ള വിലവർദ്ധനവ് ആണ് ഒരു പരിധി വരെയുള്ള കാരണങ്ങൾ. പിന്നെ ഈ തീരുവ തുടങ്ങി പല കാര്യങ്ങൾ മൂലം വലിയ തോതിലുള്ള വിലവർദ്ധനവ്, ഇതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് അതിനെയൊക്കെ കൗണ്ടർ ചെയ്ത് പർച്ചേസിംഗ് പവറോടുകൂടി ഈ ആഭരണങ്ങൾ അല്ലെങ്കിൽ സാമഗ്രികൾ വാങ്ങാൻ ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ കൃത്യമായ ഒരു ശക്തമായ ഒരു ഭരണകൂടം നമ്മുടെ രാജ്യത്തും അന്താരാഷ്ട്ര തലത്തില് ഈ അനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നവരെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു ശക്തി ലോക രാജ്യങ്ങളിൽ നിന്ന് ഉയർന്നു വന്നെങ്കിൽ മാത്രമേ ഇതിന് ഉടനടി ഒരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അതേപോലെ ഈ നമുക്കറിയാം ഏറ്റവും കൂടുതലൊക്കെ തന്നെ ഒരു ബിസിനസ് നടക്കുന്നതാണ് വിവാഹവുമായി അനുബന്ധിച്ചൊക്കെ തന്നെയും വിവാഹ സീസണുകളിലൊക്കെ തന്നെ. ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഈ സ്വർണ്ണവില ഇങ്ങനെ ഉയരുന്ന ഒരു പശ്ചാത്തലത്തിലൊക്കെ ഈ വിവാഹ പാർട്ടികളൊക്കെ പൊതുവെ എന്താണ് ആവശ്യപ്പെടുന്നത്? ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ തന്നെയാണോ ഇവർ വിവാഹത്തിന് ചൂസ് ചെയ്യുന്നത്? ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളാണ് സാധാരണക്കാരായിട്ടുള്ള ഒരു ആവറേജ് തൊട്ട് താഴേക്കുള്ള ആളുകൾ എല്ലാവരും അന്വേഷിച്ചു വരുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആഭരണങ്ങളാണ്. ഇപ്പൊ നേരത്തെ 20 പവൻ സ്വർണം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പൊ 10 പവനിൽ തന്നെ അതുപോലെ ആ 20 പവൻ അന്ന് വാങ്ങിയപ്പോൾ ലഭിച്ചിരുന്ന സാധനങ്ങളൊക്കെ തന്നെ, അതായത് 1-2 ഷോമാലകൾ, നെക്ലേസ്, വളകൾ, ഇതെല്ലാം അടക്കം കമ്മലെല്ലാം അടക്കം 10 പവനിൽ ലഭിക്കും എന്ന തരത്തിലാണ് ആളുകൾ അന്വേഷിച്ചു വരുന്നത്. അത് നമ്മൾ നൽകുന്നുമുണ്ട്. അതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ലൈറ്റ് വെയിറ്റിലേക്ക് ചൂട് മാറ്റിയിരിക്കുകയാണ്. പിന്നെ ഇപ്പോഴത്തെ യുവതലമുറ അധികം സ്വർണം ഉപയോഗിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ഉപയോഗിച്ചാൽ തന്നെ നേരത്തെ ഒരു മാലയോ അല്ലെങ്കിൽ നേരത്തെ ഒരു ബ്രേസ്ലെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ചെറിയ നേരത്തെ ഒരു വളയൊക്കെയാണ് ദൈനംദിനമായി ഉപയോഗിക്കുന്നെങ്കിൽ പോലും അത്രേ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്. പലതരത്തിൽ ഉള്ള അവരുടെ ഡെയിലി വെയർ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ആളുകളുടെ പൊതുസമൂഹത്തിൽ ചെല്ലുമ്പോൾ ബാക്കി കൂടെയുള്ള ആളുകൾ അധികം സ്വർണ്ണം ഉപയോഗിക്കാതെ വരുമ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് ഇപ്പോഴത്തെ തലമുറ ഇതിൽ നിന്ന് എന്താണെന്നും വലിയ തോതിൽ അകന്നാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോ കൂടുതലും ആളുകൾ ചെയ്യുന്നത് കല്യാണം വരുമ്പോൾ അവരുടെ കയ്യിൽ തന്നെ ഉള്ള ആഭരണങ്ങൾ, പഴയതാണെങ്കിൽ പഴയത്, അത് എക്സ്ചേഞ്ച് ചെയ്ത് പോലും മാറാതെ അത് അതേപടി വെയിറ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്ന ഒരു ട്രെൻഡിലേക്കൂടെ കാര്യങ്ങൾ മാറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതും ഈ വ്യാപാരത്തെ വലിയ തോതിൽ തിരിച്ചടിക്കുന്നുണ്ട്. പിന്നെ വാങ്ങുന്നത് ഇതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആഭരണങ്ങൾ വാങ്ങുന്നതുകൊണ്ട് ചെറിയ തോതിലുള്ള ബിസിനസ് മാത്രമേ ജ്വല്ലറിയിൽ നടക്കുന്നുള്ളൂ. വലിയ ക്വാണ്ടിറ്റി ഒന്നും ആഭരണങ്ങൾ പഴയ പോലെ വിറ്റ് പോകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഈ സ്വർണ്ണ പണിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ വലിയ രീതിയിൽ അവർക്കും ഒരു ആശങ്ക തന്നെയാണ്. പലരുടെയും ജോലിയൊക്കെ നഷ്ടമാകുന്ന ഒരു സ്ഥിതി നമുക്കറിയാം. ഈ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളിലേക്കൊക്കെ തന്നെ ഉപഭോക്താക്കൾ മാറുമ്പോൾ ഇവർക്കൊക്കെ തന്നെയാണ് തൊഴിൽ നിഷേധിക്കപ്പെടുന്നത്. തൊഴിൽ നിഷേധിക്കപ്പെടുകയല്ല, തൊഴിൽ നഷ്ടപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർക്കൊക്കെ ലഭിക്കേണ്ടതായിട്ടുള്ള തൊഴിൽ പൂർണ്ണമായി ഇല്ലാതാകുന്ന ഒരു തരത്തിലേക്കാണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം ചെന്നെത്തിക്കുന്നത്. ആ സാഹചര്യം ഈ സ്വർണ്ണ വിലയാവാം, അല്ലെങ്കിൽ ട്രെൻഡുകൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ യുവതലമുറയുടെ സ്വർണ്ണത്തോടുള്ള സങ്കല്പങ്ങളിലെ മാറ്റങ്ങളാവാം. ഇതൊക്കെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ബാധിക്കുന്നത് ഈ പരമ്പരാഗതമായ സ്വർണ്ണ പണിക്കാരെ തന്നെയാണ്. അവരെ സംബന്ധിച്ച് അവര് പരമ്പരാഗതമായി സ്വർണ്ണപ്പണി തന്നെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് വേറെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പണിയിലേക്ക് പെട്ടെന്ന് ചെന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ വിപണി സജീവമാകണം, മാന്ദ്യങ്ങളൊക്കെ മാറണം. ഇതിനെയൊക്കെ കൃത്യമായ രീതിയിൽ ഉള്ള ഇടപെടൽ ഗവൺമെന്റിന്റെ ഇടയിൽ നിന്നും ഒക്കെ ഉണ്ടായി ഇതിന് കൃത്യമായിട്ടൊരു മാറ്റം എല്ലാ തരത്തിലും വ്യാപാര മേഖലയിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായി മാറുകയുള്ളൂ. കാരണം ഇതെല്ലാം ഒരു ചെയിൻ പോലെ കണക്റ്റഡ് ആണ്. സ്വർണം നിർമ്മിക്കുന്നവരാവട്ടെ, വ്യാപാരികളാവട്ടെ, അവിടുത്തെ ജീവനക്കാരാവട്ടെ, ഇവരെല്ലാവരുടെ ഒരു ചെയിൻ പ്രോസസ്സായിട്ട് പോയെങ്കിൽ മാത്രമേ, ഇത് കൃത്യമായി ബിസിനസ് നടന്നെങ്കിൽ മാത്രമേ ഇവർക്ക് എല്ലാവർക്കും ഈ സാമ്പത്തികമായി ഉന്നതിയിൽ എത്താൻ സാധിക്കൂ. ഇല്ലെങ്കിൽ ഇവരെല്ലാം വ്യാപാരികളോടൊപ്പം പോലെ തന്നെ ഈ സ്വർണ്ണപ്പണിക്കാരൊക്കെ പട്ടിണിയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശരി, വളരെ നന്ദിയുണ്ട് ശ്രീ അരുൺ മാർക്കോസ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.